ആ മതി മതി മതി. സൂക്ഷിച്ച് സൂക്ഷിച്ച് കൊണ്ടിടും വണ്ടി. തട്ടി മുറിയണ്ട. ശരി, തട്ടി മുറിയാന്നല്ലോ. മുറിഞ്ഞാൽ പാടാണ്, ഉണങ്ങൂല. എന്തായി കണ്ട ടെസ്റ്റ് ചെയ്താ? ആ നന്നായിട്ടുണ്ട്. വാ സൂക്ഷിച്ച് വാ. എന്താ പറഞ്ഞേ? ഇരിക്കണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പോയാൽ എന്ത് ഇത്ര ക്ഷീണം? ഡോക്ടറെ കണ്ടു, നല്ല കൂടുതലാ ഷുഗർ. ആ സമയാസമയത്ത് ആഹാരം കഴിക്കാത്തതിന്റെ കുഴപ്പം, ആഹാരത്തിൽ നിയന്ത്രണമില്ലാത്തതിന്റെ കുഴപ്പം നല്ല കൂടുതലുണ്ട്. ഇരിക്കുന്നുണ്ടല്ലേ? രാവിലെ പോവാന്ന് പറഞ്ഞ പുറകെ വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അറിയാ ഇപ്പൊ ഷുഗർ ഇല്ലാത്ത ആരാണുള്ളത്? ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട അമ്മ. ആ കാര്യമായിട്ട് എടുക്കണ്ട. 5-6 മാസത്തിന് മുമ്പ് ടെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് വേണ്ട, പിടിച്ചതിനേക്കാളും വലുതാണ് മാണത്തിൽ. അമ്മയുടെ ഇരട്ടി ഷുഗർ. ചീരത്തോട്ടത്തിൽ കിട്ടുന്ന ചുമ്മാ കിട്ടുന്ന ചീനി ഉണ്ടല്ലോ, മറ്റേ കിഴങ്ങും എല്ലാടെ അപിച്ച് കഴിക്കും. കള്ളുവടി നല്ല കൂടി അങ്ങ് പോയി. ആ ഒന്നും വിടില്ല. ഇതിലാണ് എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ് അമ്മയെ ചെക്ക് ചെയ്ത് അമ്മയ്ക്ക് വേണമല്ലോ, കൂടെ പുറത്ത് വേണമെന്ന് പറഞ്ഞു. കൂടെ വന്ന് നന്നായി. ഇല്ലിപ്പോ അറിയൂത് കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്റെ അനുവാദമല്ല വീട്ടിൽ നിന്ന് വെളിയിറങ്ങും. അല്ല എനിക്ക് ചീരത്തോട്ടത്ത് പോണം. ഓ വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. സാധാരണ ഒരു മാസത്തേക്ക് നമുക്ക് 2 കിലോ പഞ്ചസാര മതി. അമ്മാവും വരുന്ന മാസമൊക്കെ 5 കിലോ പഞ്ചസാര ഇവിടെ വേണം. ചായക്ക് മധുരം ഇട്ട് കുടിച്ചാൽ ഇനി ഇട്ടതാന്ന് പറയും. പായസത്തിന് ഇച്ചിരി മധുരം, പായസത്തിൽ ആരെങ്കിലും പഞ്ചസാര ഇട്ട് കുടിക്കുവോ? അതിനകത്ത് ഇടും. അതെ, ഒരു കാര്യം ചെയ്യ്, 2 ആളുടെ ഷുഗർ ഞാൻ പുഷ്പം പോലെ മാറ്റിത്തരാം 1 മാസം കൊണ്ട്. 2 ആളും കൂടെ എന്റെ പാർട്ടിയിലോട്ട് വാ. നമുക്ക് ചെറിയ പ്രവർത്തനമൊക്കെ ആയിട്ട് കയറി ഇറങ്ങി ആൾക്കാരെ കണ്ടുവരുമ്പോൾ ഷുഗറൊക്കെ പമ്പാണ്. ഇപ്പൊ ഷുഗറേ ഉള്ളു, ഇനി പ്രഷറോടെ കൂട്ടണത്. അമ്മേ സൂക്ഷിച്ചോട്ടോ, ഷുഗറൊക്കെ വന്നിട്ട് വല്ലയിടത്തും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്ന് ഉണങ്ങൂലല്ലോ. പിന്നെ ഉണങ്ങൂല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് നിങ്ങൾ ഇനി ആഹാരത്തിൽ ആദ്യം ശ്രദ്ധിക്കണം. ഇനി മധുരമുള്ള സാധനം ഒന്നും കഴിക്കണ്ട. ഉച്ചക്ക് ചോറ് കഴിക്കണ്ട. ചോറ് അത്യാവശ്യം കൊതിയുണ്ടെങ്കിൽ മാത്രം അല്പ ചോറ്. രാത്രി ചപ്പാത്തി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. രാവിലെ കുറച്ച് പച്ചക്കറി ഇടകടി ഇത് പുഴുങ്ങിയിട്ടുണ്ടല്ലേ, അതിന്റെ ജ്യൂസ് കുടിക്കണം. ഇതൊന്നുമല്ല, മിനിറ്റിന് 2 ചായ എന്ന് പറഞ്ഞ എന്തോരം ചായ ഒരു ദിവസം കുടിക്കണെന്ന്. ചായ കുടിക്കണ്ട, പുല്ല് കുടിക്കണ്ട. അല്ല പഞ്ചാര ഇട്ട് കുടിച്ചൂടെ? അയ്യോ അമ്മ വേണ്ടമ്മ, പഞ്ചായത്ത് അധികം ഒന്നും കുടിക്കാൻ പറ്റത്തില്ല. അവന്റെ ഗ്രീൻ ടീ ഇല്ലേ, ഗ്രീൻ ടീ മേടിച്ചാൽ ഞാൻ മേടിച്ചോണ്ടിരാം. ഇച്ചിരി കയ്പാന്നുള്ള അത് വേണ്ട. നമുക്ക് ഈ മറ്റേ എന്തോന്നില്ല ഇത്, അവര് ഈ പറഞ്ഞ മാതിരി അവരെ എല്ലാം ഒതുക്കി വെച്ച് അവരുടെ ബാധ്യതകളൊക്കെ തീർത്ത് അവർക്ക് ഇനി വല്ല തിന്നും കുടിച്ച് ഇരിക്കണിയാ. ഞങ്ങൾ കുറച്ചാളുകൾ കൂടുതൽ കാണുന്നത് അവരുടെ ആഗ്രഹമുണ്ട്, മനസ്സിലായല്ലോ? എടേ ഇത് ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ നേതാക്കന്മാരെ കണ്ടുപേടി. എല്ലാരും വേണ്ട, വലിയ വലിയ നേതാക്കന്മാരൊക്കെ എത്ര വയസ്സ് വരെ ഒരു കുഴപ്പമില്ല, എപ്പോഴും പാർട്ടിയിൽ ഇറങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. നാട്ടിലെല്ലാം ചികിത്സ നടത്തുന്നത്, ചികിത്സയായിട്ട് വേറെ സ്ഥലത്താണ് പോണത്. നമുക്കുള്ള ഗതിയില്ല. ഇവര് വലിയ നേതാക്കന്മാരൊന്നും അല്ല, സാധാരണ. ഒരു കാര്യം ചെയ്യാം, ഇനി ഇവിടെ ചായന് മധുരം വേണ്ട. എനിക്ക് മധുരം വേണം. എനിക്കെന്തൊരു കുഴപ്പം പറഞ്ഞേട്ടാ. അല്ല അമ്മയ്ക്ക് മധുരം ഇല്ലാത്തത് കൊടുത്തോളാം. അത് കണ്ടിട്ട് കൊതി വരും. അമ്മ നല്ലതിന് വേണ്ടിയാണ് പറയണത്, മധുരം കഴിക്കരുത്, രണ്ടുപേരും കഴിക്കരുത്. അല്ല ഞങ്ങള് കഴിക്കാണ്ടിരിക്കാം, പക്ഷെ നിങ്ങൾ പഞ്ചാര കൊണ്ടുവന്നിട്ട് ചായ കുടിച്ചോ, അത് കുഴപ്പമില്ല. അത് ഞങ്ങൾ എന്തെങ്കിലും ആലോചിച്ചോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രാവിലെ എഴുന്നേറ്റുള്ള ഭക്ഷണം മാത്രം നിയന്ത്രിച്ചാൽ പോരെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. വ്യായാമം വേണം. നോക്കി കഴിഞ്ഞാൽ ഇവൻ എന്നോ ഷുഗർ വരണ്ടേ, ഇതുവരെ തടി ഇളകിയിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പൊതുപ്രവർത്തനം ഉണ്ട്, നടത്തുന്നുണ്ട് എനിക്ക്. അതൊക്കെ ഓരോരുത്തരും ഓരോ ശരീരപ്രകൃതിയാണ്. മാത്രം അവനുള്ള പ്രായമായില്ല. ഒരു അമ്മാവിന്റെ ഒക്കെ പ്രായമാകുമ്പോൾ ഉണ്ടോ എന്ന് തന്നെ അറിഞ്ഞൂടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, വേറെ കൂടുതൽ സംസാരമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞ പോലെ നടത്ത ജീവിതത്തിന് അത്യാവശ്യമായ കാര്യമാണ്. ഇപ്പൊ രാവിലെ 5:30 രണ്ടുപേരും എഴുന്നേക്കണം. 5:30? നമ്മൾ 3 പേരുടെ നടക്കുന്നു. എന്റെ പൊന്നി അതെന്തൊരു ഓട്ടം ഒന്നില്ലടാ, എന്നെ കൊണ്ട് വയ്യ. എന്താന്നാ ഞാനും ചോദിക്കുന്നത്, എന്നെ കൊണ്ട് വയ്യ. എനിക്ക് മുട്ടും വയ്യ, എനിക്ക് വയ്യ, എനിക്ക് എന്നെ കൊണ്ട് വയ്യ, എനിക്ക് വയ്യ എനിക്ക് വയ്യ. നീ പോയിക്കോ. അതല്ല, ഇത് 2 ദിവസം നടക്കുമ്പോൾ ശീലാവും.
എടാ ഞങ്ങൾ പതുക്കെ നടന്ന് വന്നോളാം, നീ പോ. കൈ വീശി ഇറങ്ങ്. എനിക്ക് വയ്യ. അതെ നാളെ തൊട്ട് ഞങ്ങൾ നടന്നോളാം, നീ വരണ്ട. ആ ഉറപ്പാണ് ഇങ്ങനെ. അല്ല അനക്ക് നേരെ വഴിക്ക് നീ പോയി ഏറ്റവും കണ്ട പോലെ നടക്കാൻ പറ്റിയ ഈ സമയത്ത് ആഫീസ് പോണ്ടേ? എടാ നീ പതുക്കെ നടന്നു പോവാലോ. ഞങ്ങള് എനിക്ക് വയ്യ മക്കളെ, എനിക്ക് മുട്ടുവേദന എടുക്കുന്നു. സൂക്ഷിച്ച്. കൈ വീശി കൈ വീശി കൈ വീശി. ആ വേഗോട്ട്. ആ അമ്മ ഒന്ന് അനങ്ങി വാങ്ങോട്ട്. നടക്കാം അങ്ങോട്ട്. ഇവനെ കൊണ്ട് ഞാൻ തോറ്റുട്ടത്. തോറ്റെന്ന് പറഞ്ഞാ ആ ദാ വരുന്നു. വേഗം വാ. എനിക്ക് എന്ത് കഷ്ടം അറിയാമോ ഇത്. ഷുഗർ 40 സ്ഥലത്ത് നിന്ന് 40 സ്ഥലത്ത് നിന്ന് നിന്ന് നിന്നാണ് നടക്കുന്നത്. നമ്മൾ നടക്കുമ്പോൾ കൈ വീശി വീശി എന്റെ നടക്കണം. പൊന്നു മോനെ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഓ അന്റെ എന്ത് ചെറുപ്പാണ് ഞങ്ങള്. വീഴണ്ട വീഴണ്ട വീഴണ്ട. ചെറുപ്പത്തിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ വല്ലാത്ത നടത്തം. ശരീരം അനങ്ങി നടക്കണം. നടന്നില്ലേ അസുഖം വരും. കണ്ടില്ലേ ഇപ്പൊ തന്നെ വേണ്ട. അങ്ങനൊന്നും വേണ്ട. ആ വാ, ഇവിടെ ഇരിക്ക്. ആ. നല്ല ശ്വാസം എടുത്ത്. ആ, അങ്ങനെ ശ്വാസം എടുക്ക് ശ്വാസം എടുക്ക് ശ്വാസം ഒക്കെ എടുത്ത് കുറച്ച് വിശ്രമിക്കും. എന്തോ കൊണ്ടുവാ കൊണ്ടുവാ. എന്തുവാടാ ഇത്? ഓ എനിക്ക് പറ്റത്തില്ലടേ. ഒറ്റ വലിക്കാൻ കുടിച്ചേ. എന്നാ പിടിക്ക് ഒറ്റ വലിക്കും. നല്ല സാധനം നല്ല സാധനം. ഗുണമുള്ള. ഇതൊന്നും വേണ്ട, ഇതൊന്നും കുടിക്കാൻ പറ്റില്ലത്. അത് എന്റെ പൊന്നു മോനെ എന്തോ ഒരു കയ്പത്. ഒരു കുഴപ്പമില്ല. അത് പാവയ്ക്ക്. ഹലോ കുടിച്ച മാമ ഇതങ്ങോട്ട് കുടിക്കാൻ. ഞാൻ കണ്ണടച്ച് ഉറക്കണ കുടിച്ചു തീർക്കണേ ഇപ്പൊ. നീ കുടിച്ചാണോ? ചേച്ചി കുടിച്ചു. ഇതൊരു വിഷമാണെന്ന് ഇത് തോന്നുന്നു. വിഷമല്ലടാ, എന്തോ ഒരു കയ്പത്തിൽ അയ്യോ പഞ്ചാര കൂട്ടി കൂടല്ല. ആ എല്ലാത്തിനും പഞ്ചാര വേണമല്ലോ. കുടിക്ക്. കുടിക്ക് വേഗം കുടിക്ക്. ഇപ്പൊ കുടിക്കാൻ അങ്ങോട്ട്. ആ ഒറ്റ വലിക്ക്. അമ്മ കണ്ണടച്ചാണ്. ഒറ്റ വലി ഒറ്റ വലി. ആ ആ പോട്ട് 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 അങ്ങോട്ട് അടിച്ച. അമ്മേ അയ്യേ അവിടെ കള്ളി ഇതെന്തോന്നിത്? അറിയത്തില്ലേ പഞ്ചസാര. ഞാൻ വിചാരിച്ചു ആ ഏട്ടൻ വരട്ടെ, ഞാൻ ഏട്ടനോട് പറയുന്നുണ്ട് കട്ട് തിന്നുന്നുണ്ടെന്ന്. ആ പറയൂ. പിന്നെ അല്ല നിങ്ങൾക്കല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. പിന്നെ മുട്ടായി വാങ്ങിച്ചോണ്ട് ഇവിടെ കൊണ്ടുവരണം. വഴി വെച്ചങ്ങ് തിന്നരുത് കേട്ടാ. നമുക്ക് 3 പേർക്കും കൂടെ തിന്നാം. ഞാൻ നിങ്ങൾക്ക് തരും. നമുക്ക് 3 പേർക്കും കൂടെ തിന്നാം. അമ്മമ്മക്ക് വയ്യാത്തയാണ്. മധുരമുള്ള എന്ത് പറഞ്ഞാലും മേടിക്കില്ല കേട്ടോ.